ലൈവിലെ അർജുനും ശ്രീതുവും റസ്മിനും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ അർജുനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അർജുൻ ഇവിടെ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്റ്റൈലല്ലേ എന്ന് ശ്രീതു പറയുന്നുണ്ട്. ഡ്രസ്സിങ് മാത്രമല്ല, അർജുന്റെ മൊത്തത്തിൽ ഭയങ്കര സ്റ്റൈലാണ്. ഒരു മോഡലൊക്കെ ആയതുകൊണ്ട് എങ്ങനെ ഡ്രസ്സിങ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്നൊക്കെ അർജുന് നല്ല ധാരണയുണ്ട്. ആ ഒരു സ്റ്റൈലിനനുസരിച്ചാണ് അർജുൻ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനെ പൊക്കുന്നുണ്ടായിരുന്നു ശ്രീതു. ആ സമയത്ത് അവിടെ റസ്മിൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, മൊത്തത്തിൽ ശരിയാണ്. പുറത്ത് അർജുൻ നടന്നാൽ അത് വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്നു, അർജുനൊന്ന് നോക്കിയാൽ അത് ഇതാവുന്നു, അർജുനൊന്ന് ചിരിച്ചാൽ അതൊരു വീഡിയോ ആവുന്നു. അങ്ങനെ മൊത്തത്തിൽ കണ്ടന്റ് അല്ലേ അർജുന്റെ കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഉവ്വേ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ചിരിക്കുന്നുണ്ട്. അപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, ശ്രീതു നീ അറിഞ്ഞില്ലേ അത്? അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ പൂജ വന്ന് പറഞ്ഞത് നീ അറിഞ്ഞില്ലേ? അർജുന്റെ സ്റ്റൈല് മൊത്തത്തിൽ വൈറലാണ് എന്ന് നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു. ആരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആരെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അർജുനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ അർജുൻ ഭയങ്കര ഹിറ്റാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, ചെക്കൻ ഭയങ്കര ഹിറ്റാണ്, ഭയങ്കര പോപ്പുലറാണ്, പുറത്തൊക്കെ ഭയങ്കര ഇതാണെന്നൊക്കെയാണ് കേട്ടത്. ചെക്കൻ എന്ത് ചെയ്താലും അത് റീൽസുകളായിട്ട് ഓടാണെന്നാണ് അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് തോന്നി ഈ ശ്രീതു അതിനുശേഷമാണോ അർജുനുമായിട്ട് ഇത്രയും അടുക്കാൻ തുടങ്ങിയത് എന്നൊരു സംശയം എനിക്ക് തോന്നി. അർജുൻ പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ആണ്, അർജുൻ പുറത്ത് ഭയങ്കര ഹിറ്റാണ് എന്നൊക്കെ പൂജ വന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അർജുന്റെ സ്റ്റൈല്, അർജുന്റെ ഹെയർ സ്റ്റൈല്, അർജുന്റെ ചിരി ഭയങ്കര ഫേമസ് ആണെന്നും അർജുന്റെ ഡ്രസ്സിങ് ഇതൊക്കെ ഭയങ്കര പുറത്ത് ഹിറ്റാണ്, അർജുന്റെ നോട്ടം ഇതൊക്കെ ഭയങ്കര ഹിറ്റാണെന്നാണ് അവരവിടെ ഇരുന്ന് പറയുന്നത്. അത് പറഞ്ഞത് പൂജയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അർജുൻ ഇത്രയും ഫാൻ ബേസ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണോ ശ്രീതു അർജുന്റെ ഒപ്പം കൂടിയത് എന്ന് നമുക്ക് സംശയിക്കാം. അതിനു മുമ്പ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ശ്രീതു കാണിക്കുന്ന ഇത്രയും അടുപ്പം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീതു ഇത്രയും ക്ലോസ് ആയതെന്ന് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിയൊരു കാര്യമാണ്. ഇവർ തമ്മിൽ എപ്പോഴാണ് ഇത്രയും ക്ലോസ് ആയി തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് തോന്നിയൊരു കാര്യം, ഒരു ദിവസം കരയുന്നുണ്ടായിരുന്നു അർജുൻ. ആ കരഞ്ഞതിന് ശേഷമാണ് ശ്രീതു കൂടുതൽ അടുക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ എന്നിരുന്നാൽ പോലും അർജുൻ പുറത്ത് ഇത്രയും ഫാൻ ബേസ് ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണോ ശ്രീതു അർജുനുമായിട്ട് ഇത്രയും അടുക്കാൻ തുടങ്ങിയത് എന്ന് സ്വാഭാവികമായി നമുക്ക് തോന്നുന്നതിൽ തെറ്റില്ലല്ലോ.